ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു എൻഗേജ്മെൻറ്റിന് പോയാലോ. ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ടൊന്നും എടുത്തിട്ടില്ല, ചെറിയ ചെറിയ ക്ലിപ്സ് ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഈ ധാവണി സെറ്റാണ് ഇടുന്നത്. ഇത് മേടിച്ചിട്ടൊരു 2-3 ഇയേഴ്സായി. ഇപ്പോഴാണ് ഇത് കറക്റ്റ് പാകമായത്. പിന്നെ ഞാൻ ഷോളൊന്നും അങ്ങനെ നന്നായിട്ട് കുത്തിയിട്ടില്ല. വീട്ടിൽ ചെന്നിട്ട് അമ്മയെ കൊണ്ട് പ്ലീറ്റൊക്കെ പിടിച്ച് കുത്താമെന്ന് വിചാരിച്ചു. ഞാൻ കോസാറക്സിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ ഇട്ടത്. പിന്നെ ആദ്യം ഫസ്റ്റ് ടോണർ അടിച്ചു. ടോണർ എനിക്ക് മസ്റ്റാണ്. പിന്നെ ലിപ്പ് ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ കുറച്ചുകൂടെ ഭംഗി വരും. അങ്ങനെ ലിപ്പ് ലൈൻ ചെയ്ത് പിന്നെ ലിപ്സ്റ്റിക്ക് ഞാനൊരു 2-3 ഷെയ്ഡ് ഇട്ടിട്ടുണ്ട്. 2-3 ഷെയ്ഡ് ഇടുമ്പോൾ നമ്മൾ നല്ലൊരു ഷെയ്ഡ് കിട്ടും. പിന്നെ എൻ്റെ അടുത്ത് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്. ഇത് ഡാസ്ലറിൻ്റെ ആണ്, പക്ഷേ അതിൻ്റെ നമ്പർ എത്രയാണെന്നുള്ളത് അതിനകത്തുനിന്ന് പോയിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയത്തില്ല. പിന്നെ ഞാൻ ടിഷ്യൂവിനകത്ത് എക്സ്ട്രാ ഉള്ള ലിപ്സ്റ്റിക്കെല്ലാം ഞാനകത്ത് മാറ്റി. പിന്നെ ബ്ലഷ് ഇടുന്ന ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. പിന്നെ ഞാൻ മുടി എങ്ങനെ കെട്ടണമെന്നൊക്കെ കുറേ നേരം കൊണ്ട് വിചാരിച്ചിരിക്കുക. പിന്നെ ഞാൻ വെച്ച് പഫ് കെട്ടാന്ന്, കാരണം കുറേ കാലമായി പഫ് കെട്ടിയിട്ട്. പിന്നെ സിന്ദൂരമൊക്കെ ഇട്ട് മുടിയൊക്കെ നന്നായിട്ട് കെട്ടി. പിന്നെ ക്ലിപ്പൊന്നും അങ്ങോട്ട് ശരിയായില്ല. പിന്നെ പോകുന്ന വഴിക്ക് കുറച്ച് നമ്മൾ മുല്ലപ്പൂ എത്തുന്ന ക്ലിപ്പുണ്ടല്ലോ, അതൊക്കെ മേടിച്ച് പിന്നെയാണ് ഞാൻ ഒന്നുകൂടെ സെറ്റാക്കിയത്. പൂ ഞാൻ ഇത് വെക്കാമെന്ന് വിചാരിച്ച് വെച്ച് നോക്കി, പക്ഷേ പിന്നെ ഞാൻ അവസാനം മാറ്റി. വീട്ടിൽ വന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും ഫ്രണ്ട്സും എല്ലാവരും റെഡിയായിട്ട് നിന്നെയാണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കൊള്ളാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യണം. ഞാൻ പിന്നെ പൂ അങ്ങ് മാറ്റി, വലിയ രസമായിട്ട് തോന്നിയില്ല. ഇതാണ് ഇന്നത്തെ താരം. ഇവളുടെ നിശ്ചയത്തിനാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അങ്ങനെ ഒരുപാട് ആളൊന്നും വന്നില്ല. പിന്നെ ഇതെൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല, നമ്മുടെ ചേച്ചിമാരാണ്. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് കൂടുമ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഉണ്ണിക്കണ്ണൻ്റെ വായി കൈയിട്ട് കൊടുക്കും. അവന് പല്ലില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഉഴപ്പത്തല്ലേ ഉള്ളൂ. തിരിച്ചായിരുന്നുണ്ടെങ്കിൽ കിട്ടിയേനെ. അങ്ങനെ ഞാനും ചേട്ടനും ഫസ്റ്റ് ട്രിപ്പിന് തന്നെ ഫുഡ് കഴിക്കാൻ കയറി. വീഡിയോ എടുക്കുന്നുണ്ടോ പുള്ളിക്കാരൻ മുഖം മറച്ചത്, നീ എൻ്റെ നാട്ടിക്ക് കൂടിയെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. ഫുഡൊക്കെ വന്ന്. ഇതാണ് നമ്മുടെ ചേട്ടൻ പ്രീനു. പിന്നെ അപ്പോഴത്തേക്കും ഞങ്ങളെ കാണാൻ വേണ്ടി വേറൊരാളൂടെ വന്ന്. അമ്മയും അച്ഛനും എന്നെ കൂട്ടാതെ കഴിക്കാൻ പോയോ എന്നാണ് അവൻ അവിടെ നിന്ന് നോക്കുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല സദ്യയായിരുന്നു. കുറേ കാലമായി സദ്യയെ കഴിച്ചിട്ട്. പിന്നെ ചേട്ടൻ നാട്ടിലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ആസ്വദിച്ച് കഴിച്ചു. പിന്നെ പായസമൊക്കെ വന്ന് പായസമൊക്കെ കൂട്ടി വയറ് മൊത്തടിച്ച്. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സോഡ നാരങ്ങ ഉള്ളത് കുടിച്ച് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ഗൈസ്.